വെൽക്കം ടു ഫുഡ് ടാഗ്. ഹാപ്പി ആൻഡ് മെറി ക്രിസ്മസ് ടു ഓൾ. ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ടീ കേക്കിൽ കേക്ക് ജെല്ലൊന്നും ഉപയോഗിക്കാതെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ്. എന്നാൽ പഞ്ഞ് പോലത്തെ ഒരു കേക്കാണ് കേട്ടോ. പില്ലോ പോലെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരും. അത്രയ്ക്ക് സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 1/2 കിലോയുടെ സ്പഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 115 ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം. 8 ഗ്രാം പാൽ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊന്ന് അരിച്ച ശേഷം ഒരു വിസ്കോ സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വീട്ടിലല്ലാത്തത് കൊണ്ട് ഈ വീഡിയോയിൽ നിറയെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എഗ് വൈറ്റ് ആൻഡ് യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. എഗ് യോക്ക് സെപ്പറേറ്ററാണ്. ഇതുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു റെസിപ്പിയിൽ എഗ് വൈറ്റിൽ ഒരിക്കലും യോക്ക് കലരാൻ പാടില്ല. യോക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് നന്നായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 3 എഗ് വൈറ്റും 3 എഗ് യോക്കും അതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം എഗ് യോക്കിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഈ ഒരു സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൽ എഗ് സ്മെൽ വരാതിരിക്കാനാണ് ഇത് ചെയ്യണത്. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. നന്നായിട്ട് വിസ്ക് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ മാറ്റി വെച്ച എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് നിറഞ്ഞ് വരണം കേട്ടോ. അതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. സ്പീഡ് 1-ലിട്ടിട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കണത്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 130 ഗ്രാം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കണ സമയത്ത് കുറച്ചായിട്ട് ഇടുക, ബീറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒറ്റയടിക്ക് പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീക്ക് ആവണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് അറിയാൻ പറ്റും. ഈ ഒരു റെസിപ്പിക്ക് ഞാൻ ഗ്രാം മെഷർമെൻറ്റാണ് കൊടുക്കുന്നത്. എപ്പോഴും കേക്ക് കുക്കീസൊക്കെ ചെയ്യുമ്പോൾ ഗ്രാം മെഷർമെൻറ്റിലെടുത്താലാണ് നല്ല പെർഫെക്റ്റായി കിട്ടുക. വീട്ടിലൊരു കിച്ചൺ സ്കെയിലുള്ളത് വളരെ നല്ലതാട്ടോ. വളരെ ചെറിയ എമൗണ്ടിലൊക്കെ ഇപ്പോൾ കിച്ചൺ സ്കെയിൽ അവൈലബിൾ ആണ്. 200 ചില്ലാനും രൂപയൊക്കെ ആവുള്ളൂ. പറ്റുമെങ്കിൽ അത് വാങ്ങി വയ്ക്കുക. ഇനിയിപ്പോൾ കപ്പിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി കൺവേർട്ടറിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. മുഴുത്തിയിട്ട് നോക്കിയാലും അത് താഴെ വീഴില്ല. കണ്ടില്ലേ? ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വിസ്ക് ചെയ്ത് മാറ്റി വെച്ച എഗ് യോക്കും ഉപ്പും കൂടെ ഇട്ട് വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിക്കൊക്കെ നിങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടൊരു ടീ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പുറത്തുനിന്നൊന്നും പോയി വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗ് വൈറ്റും അതുപോലെ എഗ് യോക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന ഇടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. സ്പീഡ് 1-ലിട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യണേ കേട്ടോ. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബീറ്റർ ആവശ്യമില്ല, മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ബാച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 75 മില്ലി വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർക്കണം. അതും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ചെറിയ പോർഷൻ ഒഴിക്കുക, വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക, പിന്നെ ഓയിൽ ചേർക്കുക. അങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കേക്ക് ഒരു തവണ ഉണ്ടാക്കിയാലുണ്ടല്ലോ വീണ്ടും നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രസമുള്ള ഒരു കേക്കാണ് കേട്ടോ. മുട്ടയുടെ ഒന്നും ഒരു ചൊവയുമില്ല. ചില സമയം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ കേക്കിൽ മുട്ടയുടെ സ്മെല്ലൊക്കെ വരാറുണ്ട്. ഇതിലൊന്നുമില്ല കേട്ടോ.
ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നവും അവോയ്ഡാവും. ഇനി ഇതിലേക്ക് നമ്മൾ 75 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ ഒന്നിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഓയിലും ഒഴിച്ച ശേഷമാണ് ഏറ്റവും അവസാനമായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണേ. പാൽ റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വാനില എസൻസ് മാത്രം ഉണ്ടെങ്കിലും ചേർക്കാം. പൈനാപ്പിൾ എസൻസ് ചേർക്കണ സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ബേക്കറിയിൽ കിട്ടണ ഒരു സ്പഞ്ചിൻ്റെ ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ അതാ ഫൈനലായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്ക് ബാറ്ററിന് വേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ടുള്ള സിൽക്കി സ്മൂത്തായിട്ടുണ്ട്. ഇതൊരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്ന ടിന്ന് 8 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. 7 ഇഞ്ചിൻ്റെ ടിന്ന് എടുക്കുകയാണെങ്കിൽ കേക്കിന് നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചധികം പീസസ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് എടുത്തത്. പിന്നെ ഈ ഒരു കേക്ക് കൊണ്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ പറയാനില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായി മാറും ഇത്. നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഐസിങ് ചെയ്യാം, അതുപോലെ വിപ്പിംഗ് ക്രീം ഐസിങ് ചെയ്യാം. അപ്പോൾ എന്താണ്, സാധാരണ ഈ പ്ലെയിനായിട്ട് കഴിക്കാൻ തന്നെ ഈ ഒരു കേക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ്. ആദ്യം സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഒരു സ്ക്യൂവർ കൊണ്ട് നന്നായിട്ട് എയർ ബബിൾസ് ഒന്ന് കളഞ്ഞാൽ മതി. ഈ ഒരു കേക്ക് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ടാപ്പ് ചെയ്യാതെ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേക്ക് ഹാർഡാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പ്രീഹീറ്റ് ചെയ്ത അവനിൽ 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് റെഡിയാവും. കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം ഒരു സ്പാച്ചുല കൊണ്ട് തന്നെ അരികൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിന് ശേഷം കമഴ്ത്തിയിട്ടിട്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണു, അത്രയ്ക്ക് നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. എടുക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുണ്ട് കേട്ടോ, അത് പൊട്ടിപ്പോകുമെന്ന്, അത്രയ്ക്ക് സോഫ്റ്റാണ്. കേക്കിൻ്റെ 4 സൈഡ് ഞാൻ തിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു പോർഷനിലായിരിക്കും എഗ് സ്മെല്ല് കൂടുതലായിട്ടുണ്ടാവുക കേട്ടോ. ഈ ഒരു കേക്ക് അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. കേക്ക് ഞാൻ മുറിച്ച് കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. നമ്മൾ ഈ കേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയും ലൈറ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇത് 1/2 kg സ്പഞ്ചാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ 1 kg സ്പഞ്ച് കിട്ടും. അപ്പോൾ ആദ്യം എപ്പോഴും കുറഞ്ഞ അളവിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ ചെയ്യാനായിട്ട്. ബേക്കറിയിൽ കിട്ടുന്ന കേക്ക്സ് എല്ലാം തന്നെ കേക്ക് ജെൽ ഉപയോഗിച്ചിട്ടാണ് അവരുണ്ടാക്കിയെടുക്കണേ. നമ്മൾ വീട്ടിൽ ചെയ്യണ സമയത്ത് പ്രിസർവേറ്റീവ്സും കേക്ക് ജെല്ലൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല രീതിയിൽ അതേ ലെവലിൽ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലൊക്കെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസിൽ കാണിച്ചു തരാം. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യണം, അപ്പോൾ തിരിച്ച് ആ ഒരു സ്ഥലത്ത് തന്നെ എത്തും കേട്ടോ. കേക്ക് ബൗൺസ് ചെയ്യണ പോലെയാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഒരു സപ്പോർട്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.